ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടണൽ പ്രോജക്റ്റ് ആയിട്ടുള്ള ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാത മേപ്പാടിയിൽ എത്തിച്ചേരുന്നത് നമ്മളെ തൊട്ട് ബാക്കിൽ കാണുന്ന ഇവിടെയാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന പ്രവർത്തികളും ഇവിടേക്ക് വരുന്ന റോഡുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. മേപ്പാടി ടൗണിലെത്തി നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന കാഴ്ചയാണിത്. ഈ തുരങ്കപാത വരുന്നതോടുകൂടി മേപ്പാടിയിൽ നിന്ന് വിവിധ ജില്ലകളിലേക്കുള്ള കിലോമീറ്ററാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഞങ്ങൾ കുറേ കാലമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഈ ഒരു പദ്ധതി. അപ്പം ഞങ്ങളിപ്പോഴുള്ള ചെറുകിട കച്ചവടക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും ഏറ്റവും സന്തോഷമായിരിക്കും. എന്താ വെച്ചാൽ ഞങ്ങൾക്കും ജീവിച്ചു പോകാം, നല്ല നിലയിൽ ജീവിച്ചു പോകാം അത്യാവശ്യം. പിന്നെ പരസ്യം കേട്ടപ്പോൾ തന്നെ നമ്മൾക്കുള്ളൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഇത് നല്ല നിലയിൽ വേഗം കഴിയണം എന്നുള്ള ഏറ്റവും വലിയ ഇവിടെ വലിയൊരു ടൂറിസം വരും വേണം, നല്ല ഫേമസ് ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്ന ഓഫീസ് കണ്ടെയ്നറുകളാണിത്. ഇതുപോലുള്ള നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ വരാനുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. JCB ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വെക്കാനുള്ള സ്ഥലങ്ങളുടെയൊക്കെ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കേരളത്തിൻ്റെ തന്നെ സ്വപ്ന പദ്ധതി നിങ്ങൾ വയനാട്ടിൽ വരാൻ പോവാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ഈ വയനാട്ടിലെ മേപ്പാടിക്കാർ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് ഒരു റെയിലോ അതുപോലെ തന്നെ എയർപോർട്ടോ മറ്റു ഗതാഗത മാർഗങ്ങളില്ലാതെ വീർപ്പ് മുട്ടി ഈ ജീവിതം ഈ മലയോരത്ത് തീർക്കേണ്ട ഒരു ജനസമൂഹമാണ് ഞങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ 2000-ലധികം കോടിയുടെ ഒരു വൻ പ്രൊജക്റ്റ് ഈ മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപ്പാത എന്ന ഈ സംവിധാനം ഇവിടെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഈ വഴികളിലൂടെ തിരിച്ചു പോകുമ്പോൾ ഒന്നെനിക്ക് പറയാൻ സാധിക്കും, ഈ ടണൽ പ്രൊജക്റ്റ് വരുന്നതോടുകൂടി ഏതൊരു മനുഷ്യനും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്നൊരു വഴിയായി ഇത് മാറുമെന്നുള്ളത്.